ചാപ്റ്റർ 15 ലൈഫ് ഓൺ എർത്ത്. നമ്മൾ ഇതുവരെ ഈ ടെക്സ്റ്റിൻ്റെ 14 ചാപ്റ്ററിലായിട്ട് എൻവയോൺമെൻറ്റിൻ്റെ 3 മേജർ റെയിൽസിനെ കുറിച്ച് പഠിച്ചു. അതായത് ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ലാസ്റ്റ് ഹൈഡ്രോസ്ഫിയറും പറഞ്ഞു. ഇനി നമ്മൾ ലിവിങ് ഓർഗാനിസംസ് അടങ്ങുന്ന ബയോസ്ഫിയർ ഈ പറഞ്ഞിരിക്കുന്ന 3 റെയിൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. The biosphere includes all the living components of the earth. It consists of all plants and animals, including all the microorganisms that live on the planet Earth and their interactions with the surrounding environment. ഇപ്പോൾ ലിവിങ് ഓർഗാനിസംസും അവയുടെ ഇൻറ്ററാക്ഷൻ സറൗണ്ടിങ് എൻവയോൺമെൻറ്റുമായിട്ട് അവ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നതും കൂടിയാണ് ബയോസ്ഫിയറിൽ നോക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ് എക്സിസ്റ്റ് ഓൺ ദ ലിത്തോസ്ഫിയർ ആൻഡ് ഓർ the hydrosphere as well as in the atmosphere. There are also many organisms that move freely from one realm to another. ബയോസ്ഫിയറും ബയോസ്ഫിയറിൻ്റെ കമ്പോണൻസും എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളാണ്. ഇവ കണ്ടിന്യൂസ് ആയിട്ട് ലാൻഡ്, വാട്ടർ, സോയിൽ ഇവയോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. They are also influenced by the atmospheric elements such as temperature, rainfall, moisture and sunlight. ഇനി ഇത്തരത്തിൽ ബയോസ്ഫിയറിൻ്റെ ഇൻട്രാക്ഷൻ വിത്ത് ലാൻഡ്, എയർ ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനും അവയുടെ ഡെവലപ്മെൻറ്റിനും പിന്നെ അവയ്ക്ക് ഇവല്യൂഷൻ നടക്കാനുമായിട്ട് ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആൻഡ് ഇമ്പോർട്ടൻറ്റുമാണ്. ഇനി എർത്തിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ലൈഫ് കാണാൻ പറ്റും നമുക്ക്. അതിപ്പോൾ പോൾസിലായാലും ഇക്വേറ്ററിലായാലും സീയുടെ ഡീപ്പിലായാലും ലൈക്ക് ഏറ്റവും ബോട്ടം പാർട്ടിലായാലും പിന്നെ എയറിലായാലും ഫ്രീസിങ് വാട്ടേഴ്സിലായാലും ആൻഡ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള വാലീസിലും എവിടെയാണെങ്കിലും ശരി ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എക്കോളജിയാണ്. എൻവയോൺമെൻറ്റിൽ ശരിക്കും ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ബയോട്ടിക് എന്ന് വെച്ചാൽ ലിവിങ് തിങ്സ് ആണ്, അബയോട്ടിക് എന്ന് വെച്ചാൽ നോൺ ലിവിങ് തിങ്സ് ആണ്. ലിവിങ് തിങ്സിൽ എന്തൊക്കെ വരാം? പ്രോട്ടിസ്റ്റ്, ആനിമൽസ്, പ്ലാന്റ്സ്, ഫംജൈസ്. ആൻഡ് നോൺ ലിവിങ് തിങ്സിലോ വാട്ടർ, സോയിൽ, സൺലൈറ്റ് ഇതെല്ലാം തന്നെ ജീവനില്ലാത്തവയാണ്. അവയാണ് അബയോട്ടിക്കിൽ വരുന്നത്. ബയോട്ടിക് എന്ന് പറയുമ്പം ജീവനുള്ളവയാണ്. അപ്പോൾ എൻവയോൺമെൻറ്റിൽ ഇവ രണ്ടുമുണ്ട്. ആൻഡ് ദർ ഇസ് എ ബാലൻസ് മെയിൻറ്റൈൻഡ് ഇൻ എ പെർട്ടിക്കുലർ പ്രൊപ്പോർഷൻ സോ ദാറ്റ് എ ഹെൽത്തി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ് ഗോസ് ഓൺ. അപ്പോൾ നമുക്ക് നിൽക്കണം, നമ്മൾ ലിവിങ് ആണ്, നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് കമ്പോണൻസും നമുക്ക് ആവശ്യമാണ്. നമുക്ക് വെള്ളം ആവശ്യമാണ്, ലൈഫില്ല പക്ഷേ എന്നാലും നമുക്ക് വെള്ളം ആവശ്യമാണ്. നമ്മുടെ ജീവൻ എക്സിസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് വെള്ളം ആവശ്യമാണ്, സൺലൈറ്റ് ആവശ്യമാണ്, ചെടികൾക്കാണെങ്കിലും സൺലൈറ്റ് ആവശ്യമാണ്. ഇത്തരത്തിലൊരു ബാലൻസിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. The interactions of a particular group of organisms with abiotic factors within a particular habitat resulting in clearly defined energy flows and material cycles on land, water and air are called ecological systems. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ഓർഗാനിസം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഹാബിറ്റാറ്റ്, ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ നിലനിന്ന് പോകുന്ന ആ ഓർഗാനിസംസ് അബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള എനർജി ഫ്ലോ നടക്കും. എനർജി ഫ്ലോ മെറ്റീരിയൽ സൈക്കിൾസ് നടക്കും. എന്തിനൊക്കെ ഇടയിൽ? ലാൻഡിനും വാട്ടറിനും എയറിനും ഇടയിലായിട്ട് ഇത്തരത്തിൽ എനർജി ഫ്ലോ നടക്കും. ഇതിനെയാണ് എക്കോളജിക്കൽ സിസ്റ്റം എന്ന് പറയുക. അപ്പം ഓർഗാനിസത്തിനിടയ്ക്ക് എന്താണ്? എനർജി ഫ്ലോ നടക്കും. ആൻഡ് ലാൻഡ്, വാട്ടർ, എയറിലായിട്ട് മെറ്റീരിയൽ സൈക്കിളും നടക്കും. ഇപ്പം കാർബൺ സൈക്കിൾ, ഓക്സിജൻ സൈക്കിൾ, അത്തരത്തിലുള്ള ഒരുപാട് ജിയോ കെമിക്കൽ സൈക്കിളുകളുണ്ട്. ഇനി എക്കോളജി എന്ന് പറഞ്ഞ ടേം ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ഗ്രീക്ക് വേർഡായ ഒയ്ക്കോസ് എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് ഹൗസ് എന്നാണ്. അപ്പോൾ നമ്മൾ എക്കോളജിക്കൽ സിസ്റ്റത്തിൽ എനർജി ഫ്ലോ ഉണ്ട്, മെറ്റീരിയൽ സൈക്കിൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് എക്കോളജി എന്താണെന്ന് നോക്കാം. അപ്പോൾ എക്കോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ദ എർത്ത് ആസ് എ ഹൗസ് ഹോൾഡ് ഓഫ് പ്ലാന്റ്സ്, ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. എൻറ്റയർ എർത്തിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടെയുള്ള ഹ്യൂമൻ ബീങ്സും പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസത്തിനും എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു പഠനമാണ് ശരിക്കും എക്കോളജി എന്ന് പറയുന്നത്. അവരെ തമ്മിൽ മാത്രമല്ല നോക്കുന്നത്, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന, അവർ ഇൻട്രാക്ട് ചെയ്യുന്ന അബയോട്ടിക് സിസ്റ്റത്തിനെയും കൺസിഡർ ചെയ്യും. ദേ ഓൾ ലീവ് ടുഗദർ ആസ് ഇൻറ്റർ ഡിപ്പെൻഡൻറ്റ് കമ്പോണൻസ്. ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സുവോളജിസ്റ്റാണ് ആദ്യമായിട്ട് എക്കോളജി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തത്. അത് 1869 The study of interactions between life forms, that is biotic, and the physical environment, that is abiotic, is the science of ecology. അപ്പോൾ നമുക്ക് എക്കോളജിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ഇൻറ്ററാക്ഷൻസ് ഓഫ് ഓർഗാനിസംസ് വിത്ത് ദെയർ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ പരസ്പരമുള്ള അവയുടെ ഇൻട്രാക്ഷൻ വരുന്നുണ്ട് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, അതായത്
അവയുടെ അബയോട്ടിക് ഫാക്ടറുമായിട്ടുള്ള അവയുടെ ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ് എക്കോളജി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, എക്കോളജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ഇൻട്രാക്ഷൻസ് ഓഫ് ഓർഗാനിസംസ് വിത്ത് ദെയർ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ അവയുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റും വരും, അവ പരസ്പരമുള്ള ഇൻട്രാക്ഷനും ഇതിനകത്ത് വരും. നെക്സ്റ്റ് നമുക്ക് ഹാബിറ്റാറ്റ് നോക്കാം. ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥ. എക്കോളജിക്കൽ സെൻസിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ടോട്ടാലിറ്റി ഓഫ് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ജനറൽ എൻവയോൺമെൻറ്റ്. ഇവയെല്ലാം ഒരു ഹാബിറ്റാറ്റിന് എക്സാമ്പിൾസ് ആണ്. എ ഹാബിറ്റാറ്റ് is ecological sense is a totality of the physical and chemical factors that constitute the general environment. A system consisting of biotic and abiotic components is known as ecosystem. ഇപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻ്റ് ഉള്ള ഏതൊരു സിസ്റ്റത്തിനെ നമുക്ക് എക്കോസിസ്റ്റം എന്ന് പറയാം. അവ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ വരുമ്പോൾ എന്താണ് പറയുക, ആ ബയോട്ടിക് ഓർഗാനിസംസ് അങ്ങോട്ടും ആൻഡ് അവ അബയോട്ടിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വരുമ്പം അതിനെ പറയുന്ന പേരാണ് എക്കോളജി. ഓക്കെ, ഇനിയും ആ സിസ്റ്റത്തിന് മാത്രം പറയുന്നത് സിസ്റ്റം ഇൻട്രാക്ഷൻ അത് വെറും സിസ്റ്റം ആണെങ്കിൽ അത് എക്കോസിസ്റ്റം. All the components in the ecosystem are interrelated and interact with each other. Different types of ecosystems exist with varying ranges of environmental conditions where various plants and animal species have got adapted through evolution. This phenomenon is known as ecological adaptation. ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് തന്നെ ചില ഓർഗാനിസത്തിന് ആ ഒരു ക്ലൈമറ്റുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഹാബിറ്റാറ്റുമായിട്ട് അവിടുത്തെ ഒരു ടൈപ്പ് എൻവയോൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് വേണ്ടുന്ന അഡാപ്റ്റേഷനുകളൊക്കെ ശരീരത്തിൽ രൂപപ്പെടും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഇവിടെ കാണപ്പെടുന്ന പ്ലാന്റ്സ് പോലെയല്ല ഡെസേർട്ട് ഏരിയാസിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ്. ഡെസേർട്ടിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ ലീവ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി കാണും. ഇത്തരത്തിൽ ആ ഒരു ജീവി ഏത് സ്ഥലത്താണോ കാണപ്പെടുന്നത് അതിൻ്റെ ഹാബിറ്റാറ്റിനോട് പൊരുത്തപ്പെടാനായിട്ട് സ്വീകരിക്കുന്ന അഡാപ്റ്റേഷൻ അത് ഇവല്യൂഷൻ വഴി അത് നേടിയെടുക്കും. ഇതിനെയാണ് എക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റംസ് എക്സിസ്റ്റ് വിത്ത് വേരിയിങ് റേഞ്ചസ് ഓഫ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വേരിയസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഹാവ് ഗോട്ട് അഡാപ്റ്റഡ് ത്രൂ എവല്യൂഷൻ. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് എക്കോളജിക്കൽ അഡാപ്റ്റേഷൻ. നമ്മൾ എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ 2 മേജർ ടൈപ്പ് ഉണ്ട്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഉണ്ട്, അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ട്. ഇതിൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം നമുക്ക് പിന്നെ ബയോംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. എ ബയോം ഈസ് എ പ്ലാന്റ് ആൻഡ് ആനിമൽ കമ്മ്യൂണിറ്റി ദാറ്റ് കവേഴ്സ് എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. ചെറിയൊരു ഏരിയ അല്ല, വലിയ ജിയോഗ്രഫിക്കൽ ഏരിയ തന്നെ കവർ ചെയ്യുന്ന ടൈപ്പിൽ കോണ്ടിനെൻസുകളൊക്കെ കവർ ചെയ്യും. അതാണ് ബയോം എന്ന് പറയുന്നത്. ഭയങ്കര വാസ്റ്റ് ആയിരിക്കും. ആ ഏരിയാസിൽ സിമിലർ ക്ലൈമറ്റ് ആയിരിക്കും, ലൈക്ക് വെതർ, ടെമ്പറേച്ചർ, പിന്നെ റെയിൻഫോൾ, ഇതൊക്കെ അവിടെ ഏകദേശം സിമിലർ ആയിരിക്കും ആ ഒരു ബയോം ഏരിയയിൽ കാണപ്പെടാം. എന്നുവെച്ചാൽ സെയിം ടൈപ്പ് ഓഫ് ബയോം ഉണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിൽ ക്ലൈമറ്റ് കണ്ടീഷൻസും ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഏകദേശം സിമിലർ ആയിരിക്കും. ദ ബൗണ്ടറീസ് ഓഫ് ഡിഫറെൻറ്റ് ബയോംസ് ഓൺ ലാൻഡ് ആർ ഡിറ്റർമൈൻഡ് മെയിൻലി ബൈ ക്ലൈമറ്റ്. ക്ലൈമറ്റാണ് അവിടെ ഡിറ്റർമൈനിങ് ഫാക്ടർ. ഏത് ബയോം തീർന്നു അടുത്തതിലേക്ക് കടന്നു എന്നുള്ളതിൽ ഇപ്പം അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ക്ലൈമറ്റാണ്. അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് അതിൻ്റെ ബൗണ്ടറി. ഫോർ എക്സാമ്പിൾ ഡെസേർട്ട് കഴിഞ്ഞിട്ട് ട്രെയിൻ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടുത്തെ രണ്ടിൻ്റെയും ക്ലൈമറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അല്ലാണ്ട് ഫിക്സഡ് ബൗണ്ടറി നമുക്ക് പറയാൻ പറ്റില്ല. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചാണ് നമുക്ക് പറയാൻ പറ്റുക ബയോംസ് മാറിയിട്ടുള്ളതെന്നുള്ള കാര്യം. Therefore, a biome can be defined as a total assemblage of plant and animal species interacting within specific conditions. എന്തൊക്കെയാണ് സ്പെസിഫിക് കണ്ടീഷൻസ്? ദീസ് ഇൻക്ലൂഡ് റെയിൻഫോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് സോയിൽ കണ്ടീഷൻസ്. സം ഓഫ് ദ മേജർ ബയോംസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് ആൻഡ് ടുൻഡ്ര ബയോംസ്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റമാണ്. ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റംസ്. മറൈൻ എക്കോസിസ്റ്റത്തിൽ ഓഷ്യൻസ്, എഷറീസ്, കോറൽ റീഫ്സ് ഇവയെല്ലാം വരും. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിൽ ലേക്സ്, പോൺസ്, സ്ട്രീംസ്, മാർഷസ് ആൻഡ് ബോക്സ് ഇതെല്ലാം ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിലാണ് വരിക. അപ്പോൾ നമ്മൾ എക്കോസിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ടെറസ്ട്രിയൽ, അക്വാട്ടിക്. ടെറസ്ട്രിയൽ പിന്നെ എന്താണ് ബയോംസ് ആയിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്തു, ഞാനല്ല NCERT. ആ ബയോം എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിരിക്കും, ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്ത് കിടക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അവിടുത്തെ മെയിൻ ഡിറ്റർമൈനിങ് ഫാക്ടർ ബൗണ്ടറീസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞു. സെയിം ബയോമിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ സിമിലർ ക്ലൈമറ്റും അവിടുത്തെ കണ്ടീഷൻസും ഒക്കെ ആയിരിക്കും കാണപ്പെടുക. ഇനി മേജർ ബയോംസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പിന്നെയും അതേതൊക്കെയാണ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, ടൻഡ്ര ഓർ തുന്ദ്ര. ഇനി അക്വാട്ടിക്കിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു, മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. അതിൽ മറൈൻ ഓഷ്യൻസ്, എഷറീസ്, കോറൽ റീഫ്സ്. പിന്നെ ഫ്രഷ് വാട്ടറിൽ ലേക്സ്, പോൺസ്, സ്ട്രീംസ്, മാർഷസ് ആൻഡ് ബോക്സ്. ഈ ബയോംസ് ഡീറ്റെയിൽ ആയിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാം. ഇനി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം.
ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ഒരു സിസ്റ്റമാണ്, കൺസിസ്റ്റ് ഓഫ് അബയോട്ടിക് ഇൻട്രാക്ഷൻ വരുമ്പോൾ മാത്രമേ അത് എക്കോളജി ആവുള്ളൂ. ഓക്കെ, എനിവേസ് നമ്മൾ എക്കോസിസ്റ്റം നോക്കുമ്പോൾ അതിന് അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്, ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൽ അബയോട്ടിക് എന്ന് പറയുന്നത് ജീവനില്ലാത്തവയാണ്, ബയോട്ടിക് എന്ന് പറയുന്നത് ജീവനുള്ളവയാണ്. ഇനി ബയോട്ടിക് ഫാക്ടേഴ്സിന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്നാമത് പ്രൊഡ്യൂസർ, പിന്നെ കൺസ്യൂമേഴ്സ്, പിന്നെ ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, അതിന് പിന്നെ കൺസ്യൂമറിനെ പിന്നെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തം ഫുഡ് സ്വയം ഉണ്ടാക്കുന്നത്, പാകം ചെയ്യാനൊരു തരത്തിൽ പറയാം. ഫോട്ടോസിന്തസിസ് വഴി സ്വന്തം ഫുഡ് സ്വയം പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഒക്കെ പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അവരെന്ന് പറയുന്നത് സൺലൈറ്റിൽ നിന്ന് എനർജി എടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യും. നമ്മൾ ചെറുതിൽ പഠിച്ചിട്ട് ഒരു പ്ലാന്റിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് അവരുടെ ലീഫാണെന്ന്. അപ്പോൾ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ സൺലൈറ്റും ആവശ്യത്തിന് എടുത്തിട്ട് അവർക്ക് ആവശ്യമായ ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ അതിനകത്ത് വരും. ഈ ഈറ്റ് അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. അപ്പോൾ അതിനകത്ത് ഈ പ്ലാന്റിനെ കഴിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അത് ഹെർബിവോർസ് ആണ്, അഥവാ പ്രൈമറി കൺസ്യൂമറാണ്. പിന്നെ ഇതിനകത്ത് കാർണിവോഴ്സും വരും. അപ്പോൾ ഹെർബിവോഴ്സ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് പ്ലാന്റ് കഴിച്ച് ജീവിക്കുന്നവർ. കാർണിവോഴ്സിൽ പ്രൈമറി കാർണിവോർ ഉണ്ട്, സെക്കൻഡറി, ടെർഷ്യറി അങ്ങനെയുണ്ട്. അപ്പം ഈ ഹെർബിവോഴ്സിനെ കഴിക്കുന്നവരാണ് പ്രൈമറി കാർണിവോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് കൺസ്യൂമേഴ്സ്. നമ്മൾ കൺസ്യൂം ചെയ്യണം, മറ്റൊരു ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ മറ്റു ജീവികളെ കൺസ്യൂം ചെയ്ത് ജീവിക്കുന്നു. പിന്നെ ഡീകമ്പോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ദ ഡെഡ് മെറ്റീരിയൽ. എക്കോസിസ്റ്റം കൺസിസ്റ്റ് ഓഫ് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ്. Abiotic factors include rainfall, temperature, sunlight, atmospheric humidity, soil conditions, inorganic substance അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, നൈട്രജൻ, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇത്തരത്തിലുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസസും ഇതിനകത്ത് അടങ്ങുന്നുണ്ട്, അബയോട്ടിക് ഫാക്ടേഴ്സിനകത്ത് അടങ്ങുന്നുണ്ട്. ബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് പ്രൊഡ്യൂസേഴ്സ്, ദ കൺസ്യൂമേഴ്സിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഡീകമ്പോസേഴ്സ് ഉണ്ട്. ഇനിയും ദ പ്രൊഡ്യൂസേഴ്സ് ഇൻക്ലൂഡ് ഓൾ ദ ഗ്രീൻ പ്ലാന്റ്സ്. പ്രൊഡ്യൂസേഴ്സ് തന്നെ ഗ്രീൻ പ്ലാന്റ്സ് ആണ്, വിച്ച് മാനുഫാക്ചർ ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. പ്രൈമറി കൺസ്യൂമേഴ്സ് ഇൻക്ലൂഡ് ഹെർബിവോർസ് ആനിമൽസ് ലൈക്ക് ഡിയർ, ഗോട്ട്, മൈസ് ആൻഡ് ഓൾ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ്. പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിക്കും ഹെർബിവോർസ് ആണ്. അവയാണ് ഈ പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്നവ. മാന്, ആടി ഇവയൊക്കെ നിന്നാൽ ഏതെങ്കിലും പ്ലാവല കഴിച്ചാലേ, പ്ലാവലയാണ് ആടിനൊക്കെ ഒരുപാട് ഇഷ്ടം അല്ലേ. അപ്പം ഇത്തരത്തിൽ എന്തൊക്കെ പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്നു അവയെല്ലാം തന്നെ പ്രൈമറി കൺസ്യൂമേഴ്സ് അഥവാ ഹെർബിവോർസ് ആണ്. ഇനിയും കാർണിവോഴ്സിന് പറയുമ്പം ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ലൈക്ക് സ്നേക്സ്, ടൈഗേഴ്സ് ആൻഡ് ലയൺസ്. Certain carnivores that feed also on carnivores are known as top carnivores. അപ്പം കാർണിവേഴ്സിനെ തന്നെ തിന്നുന്ന കാർണിവേഴ്സിനെ പറയുന്ന പേരാണ് ടോപ്പ് കാർണിവേഴ്സ് എന്ന് പറയാം. അത് ടെർഷ്യറി കാർണിവേഴ്സ് എന്നൊക്കെ പറയും. ഈ ലയണും ടൈഗറും ഒക്കെ അത്തരത്തിൽ ടോപ്പ് കാർണിവറാണ്. ടോപ്പ് കാർണിവേഴ്സിന് വരെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹോഗ്സും മംഗൂസും ഒക്കെ ടോപ്പ് കാർണിവേഴ്സ് ആണ്. ഇനി ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദോസ് ഫീഡ് ഓൺ ഡെഡ് ഓർഗാനിസംസ് ലൈക്ക് വൾച്ചേഴ്സ് ആൻഡ് ക്രോസ്. ഇനി പ്ലാന്റ്സും ഫ്ലഷും ഒരുപോലെ കഴിക്കുന്ന ആണെങ്കിൽ അത് ഒംനിവോഴ്സ് ആണ്. നമ്മളൊക്കെ ഏകദേശം ഒരു ഒംനിവോറാണ്. ഞാൻ വെജിറ്റേറിയൻസിനല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഹെർബിവോഴ്സ് പ്ലാന്റ്സിനെ മാത്രം കഴിക്കും. ഹെർബിവോഴ്സിനെ കഴിക്കുന്നവ കൺസ്യൂമേഴ്സ്, അത് പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് പ്ലാന്റ്സിനെ കഴിക്കുന്നവ പ്രൈമറി കൺസ്യൂമേഴ്സ്, അതിനകത്ത് ഹെർബിവോഴ്സ് വരും. അത് കൂടാതെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ് കാർണിവോഴ്സ് എന്ന് പറയുന്നത്. അവ ഈ ഹെർബിവോഴ്സിനെ കഴിക്കും, ഫ്ലഷ് ഈറ്റിംഗ് ആയിരിക്കും. ഇനി ഡെഡ് ഓർഗാനിസത്തിനെ തിന്ന് ജീവിക്കുന്നവയാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ വൾച്ചേഴ്സ്, ക്രോസ് പോലുള്ള സ്കാവഞ്ചേഴ്സ് ആണ്. ഇനിയും അത് കൂടാതെ ഇതിനെ ഡെഡ് മാറ്ററിനെ ഫർദർ ഡീകമ്പോസ് ചെയ്യാൻ, ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിളാക്കി ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവയാണ് വേരിയസ് മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയാസും. നമ്മൾ പറഞ്ഞതാണ് ദ പ്രൊഡ്യൂസേഴ്സ് ആർ കൺസ്യൂംഡ് ബൈ പ്രൈമറി കൺസ്യൂമേഴ്സ്. അതായത് പ്ലാന്റ്സിനെ പ്രൈമറി കൺസ്യൂമേഴ്സ് അഥവാ ഹെർബിവോഴ്സ് കഴിക്കും. വേറാസ് പ്രൈമറി കൺസ്യൂമേഴ്സ് അതായത് ഹെർബിവോഴ്സിനെ in turn being eaten by the secondary consumers. Further, the secondary consumers are consumed by the tertiary consumers. അപ്പം പ്രൊഡ്യൂസറിനെ പ്ലാന്റ്സിനെ പ്രൈമറി കൺസ്യൂമർ കഴിക്കുന്നു, എന്നിട്ട് ഇതിനെ സെക്കൻഡറി കൺസ്യൂമർ കഴിക്കുന്നു, പിന്നെ അതിനെ ടെർഷ്യറി കൺസ്യൂമർ കഴിക്കുന്നു. ഇതാണ് ടോപ്പ് കാർണിവോർ. ലാസ്റ്റ് ഇത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ കഴിക്കുമ്പോഴത്തേക്ക് ഡീകമ്പോസേഴ്സ് കഴിക്കുന്നു. The decomposers feed on the dead at each and every level. They change them into various substances such as nutrients, organic and inorganic salts essential for soil fertility. എന്നിട്ട് ഈ ഡീകമ്പോസേഴ്സ് ഇതിനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടാൻ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഇനോർഗാനിക് സോൾട്ടായിട്ടും ന്യൂട്രിയൻസ് ആയിട്ടും ഓർഗാനിക് സോൾട്ടായിട്ടും ഒക്കെ ഇതിനെ കൺവേർട്ട് ചെയ്യും.
നെക്സ്റ്റ് ഫുഡ് ചെയിൻസ് ആണ്. ഫുഡ് ചെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെയിൻ പോലെ ഒരു ഈറ്റിംഗ് ആൻഡ് ബീങ് ഈറ്റൺ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. സിംപിളി പറഞ്ഞാൽ അതാണ്. ഇപ്പം ഗ്രാസ് നമ്മൾ 10th പഠിക്കുമ്പം കേട്ടിട്ടുള്ള എക്സാമ്പിളാണ് ഗ്രാസ് എന്താണ്, അതിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, ഗ്രാസ് ഹോപ്പറിനെ പിന്നെ ഫ്രോഗ് കഴിക്കുന്നു, ഫ്രോഗിനെ പിന്നെ ഏതെങ്കിലും സ്നേക്ക് കഴിക്കുന്നു, സ്നേക്കിനെ പിന്നെ നോർമലി ഏതെങ്കിലും ഒരു പരുന്ത് കഴിക്കുന്നു. അപ്പോൾ അതൊരു ഫുഡ് ചെയിനാണ്. ഇനി ക്യാരറ്റ് റാബിറ്റ് കഴിക്കുന്നു, റാബിറ്റിനെ ഫോക്സ് കഴിക്കുന്നു, ഫോക്സിനെ ലൈൻ കഴിക്കുന്നു. അപ്പോൾ ഇതൊരു മറ്റൊരു ഫുഡ് ചെയിനാണ്. ഇത്തരത്തിൽ ഇവയെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. Organisms of an ecosystem are linked together through food chain. For example, a plant eating beetle feeding on a paddy stack is eaten by a frog. നമ്മളിപ്പോൾ കാണിച്ച എക്സാമ്പിൾ ശ്രദ്ധിച്ചാലും മതി. ഒരു ഫ്രോഗിനെ പിന്നീട് എന്താണ് ഒരു സ്നേക്ക് കഴിക്കുന്നത്. ഒരിപ്പം ഏതെങ്കിലും ഒരു ബീറ്റിൽ, ഒരു പ്ലാന്റ് എന്തെങ്കിലും കഴിച്ചൊരു ബീറ്റിൽ ഒരു വണ്ടുണ്ടായിരുന്നു, ആ വണ്ടിനെ ഏതെങ്കിലും ഒരു ഫ്രോഗ് കഴിച്ചു, ആ ഫ്രോഗിനെ പിന്നീട് ഒരു സ്നേക്ക് കഴിച്ചു, ആ സ്നേക്കിനെ പിന്നീടൊരു ഹോക്ക് കഴിച്ചു. അപ്പോൾ ഇതൊരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ ദ സീക്വൻസ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ബീങ് ഈറ്റൺ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് റിസൾട്ട് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് എനർജി. ഇപ്പോൾ ഇങ്ങനെ വെറുതെ കഴിക്കുകയല്ല, ഇത് കഴിക്കുന്നതിനനുസരിച്ച് എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇതിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനിയും ഒരു ഫുഡ് ചെയിനിലെ ഓരോ സ്റ്റെപ്പിനെയും ഓരോന്നിനെയും പറയുന്ന ഓരോ ട്രോഫിക് ലെവൽ എന്നാണ്. ഇത്തരത്തിൽ ഓരോ ട്രോഫിക് ലെവലിനും ഇടയ്ക്കായിട്ട് എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇപ്പം പ്ലാന്റിനെ റാബിറ്റ് കഴിക്കുകയാണെങ്കിൽ പ്ലാന്റിൽ നിന്നുള്ള കുറച്ച് എമൗണ്ട് ഓഫ് എനർജി നിന്ന് റാബിറ്റിലേക്ക് ട്രാൻസ്ഫർ ആകും. എന്നിട്ട് അതിൽ നിന്നുള്ള എനർജി നിന്ന് സ്നാക്കിലേക്ക് ട്രാൻസ്ഫർ ആകും. പിന്നെ അതിൽ നിന്നുള്ള എനർജി നിന്ന് ഈഗിൾ, അതിനെ ആരാണ് ഭക്ഷിക്കുന്നത് അതിലെ ടെർഷ്യറി കൺസ്യൂമർ അതിലേക്ക് ട്രാൻസ്ഫർ ആകും. കുറച്ച് എനർജി വേസ്റ്റ് ആകും, എന്നിട്ട് ബാക്കിയാണ് ട്രാൻസ്ഫർ ആകുക. പ്ലാന്റ് സംഭരിച്ച എനർജിയിൽ ഇപ്പോൾ 10,000 കിലോ കാലറിയാണ് പ്ലാന്റ് സംഭരിച്ചതെങ്കിൽ അതിൻ്റെ ഒരു 1000 കിലോ കാലറിയോളമേ പ്രൈമറി കൺസ്യൂമറിലെത്തും, റാബിറ്റിലെത്തിയിട്ടുള്ളൂ. അതിൽ നിന്നും പിന്നെയും കഴിക്കുന്നത് 10% ലോ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. 10% വെച്ചിട്ട് കുറഞ്ഞിട്ടേ വരും. മുകളിലേക്കുള്ള ട്രോഫിക് ലെവലിലേക്ക് പോകുന്നതോറും ഇത്തരത്തിൽ എനർജി കുറഞ്ഞു പോകും. അപ്പം സെക്കൻഡറി കൺസ്യൂമർ എത്തുമ്പോഴത്തേക്കും ഒരു 100 കിലോ കാലറി ആവും. പിന്നെ അത് ടെർഷ്യറി കൺസ്യൂമർ എത്തുമ്പോഴത്തേക്കും 10 കിലോ കാലറി ആവും. The transfer of energy that occurs during the process of food chain from one level to another is known as flow of energy. ഇനിയിപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നല്ല, ഈ പ്ലാന്റിന് ഈ പ്രൊഡ്യൂസിനെ കമ്പൽസറി ആയിട്ട് റാബിറ്റ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊന്നുമില്ല. ചിലപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു റാബിറ്റിന് ഒരു സ്പാരോ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ സ്നേക്ക് വരുന്നതിന് മുന്നേ ചിലപ്പോൾ ഈഗിൾ റാബിറ്റിനെ എടുത്തുനിന്നിരിക്കാം, കഴിച്ചെന്നിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ചെയിനെയാണ് ശരിക്കും ഫുഡ് വെബ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പ്ലാന്റ്, ഇപ്പോൾ ഒരു അതിനെ ഗ്രാസ് ഹോപ്പർ കഴിച്ചു, ഗ്രാസ് ഹോപ്പറിനെ റാറ്റ് കഴിച്ചു, ഇതേന്നല്ല വേറൊരു ഗ്രാസ് ഹോപ്പറിനെ ചിലപ്പോൾ ഫ്രോഗ് ആയിരിക്കും കഴിക്കുന്നത്. അപ്പം ഈ ഒന്നുകിൽ ഈ റാറ്റിനെ നേരിട്ടൊരു സ്നേക്കിന് കഴിക്കാം, സ്നേക്കിനെ എന്നിട്ട് ഇവിടെ ഒരു ഈഗിളിന് കഴിക്കാം. അപ്പോൾ അതൊരു ഫുഡ് ചെയിൻ ഫോളോ ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഈ റാറ്റിനെ വേണം ഡയറക്റ്റ് ഈഗിളിന് കഴിക്കാം, അപ്പോൾ ഒരു ലൈക്ക് ഇൻ്റർ കണക്റ്റഡ് ആയി. അല്ലെങ്കിൽ ഈ റാറ്റിനെ വേണമെങ്കിൽ ഒരു വോൾഫ് എല്ലാം കഴിച്ചിട്ട് ഈ വോൾഫിനെ പിന്നെ ഈഗിൾ കഴിക്കുന്നു. ഇങ്ങനെ പല തരത്തിൽ ലിങ്ക്ഡ് ആകുമ്പോഴാണ് അത് ഒരു ഫുഡ് വെബ് ആവുന്നത്. ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഒരു ബട്ടർഫ്ലൈ കഴിച്ചു, അതിനെ വേറൊരു ഡ്രാഗൺ ഫ്ലൈ എന്തെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും അത്. The food chains are not isolated from one another. For example, a mouse feeding on grain may be eaten by different secondary consumers, carnivores, and these carnivores may be eaten by other different tertiary consumers, that is top carnivores. In such situations, each of the carnivores may consume more than one type of prey. ഓരോ കാർണിവേഴ്സും ഒന്നിലധികം പ്രേസിനെ കഴിച്ചെന്നിരിക്കാം. ഈഗിൾ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് സ്നേക്കിനെ മാത്രമേ കഴിക്കത്തുള്ളൂ എന്നല്ല, റാറ്റിനെ കഴിക്കാം, റാബിറ്റിനെ കഴിക്കാം, അങ്ങനെ പലതിനെയും കഴിക്കാം. ചോയ്സസ് ഉണ്ട് ഫുഡ് വെബിൽ, പക്ഷേ ഫുഡ് ചെയിനിൽ ആ ചോയ്സ് ഇല്ല. ഇതുകൊണ്ട് തന്നെ ആസ് എ റിസൾട്ട് ഫുഡ് ചെയിൻസ് ഗെറ്റ് ഇൻ്റർലോക്ക്ഡ് വിത്ത് വൺ അനദർ. പല ഫുഡ് ചെയിൻ ഒരുമിച്ച് ഇൻ്റർലോക്ക്ഡ് ആവുന്നു. ദിസ് ഇൻ്റർ കണക്റ്റിംഗ് നെറ്റ്വർക്ക് ഓഫ് സ്പീഷീസ് ഇസ് നോൺ ആസ് ഫുഡ് വെബ്. അപ്പോൾ ഇതിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇൻ്റർ കണക്റ്റിംഗ് നെറ്റ്വർക്ക് ഓഫ് സ്പീഷീസ്. ഫുഡ് ചെയിൻസിനെ ഇൻ്റർ കണക്റ്റിംഗ് നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് ഫുഡ് വെബ് എന്ന്. ഇനി ഫുഡ് ചെയിൻസ് ജനറലി 2 ടൈപ്പ് ഉണ്ട്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഉണ്ട്, ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ ഉണ്ട്. ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ആദ്യം വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. പക്ഷേ ഡെറ്റിറ്റസ് ഫുഡ് ചെയിനിൽ വരുമ്പോൾ ഇവിടെ ആദ്യം വരുന്ന ഏതെങ്കിലും ഒരു ഡെറ്റിറ്റസ്, ഏതെങ്കിലും ഒരു വേസ്റ്റ് മെറ്റീരിയൽ, അതായത് ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ നിന്ന് ബാക്കി വന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഏതോ അതായിരിക്കും ഈ ഡെറ്റിറ്റസ് ഫുഡ് ചെയിനിൻ്റെ ഇനിഷ്യൽ എനർജി ആയിട്ട് വരുന്നത്, ഇനിഷ്യൽ എനർജി സോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോളൻ ലീവ്സ് ഉണ്ട്, അതിന് ഏതെങ്കിലും ഒരു ഡെറ്റിറ്റീവോർ കഴിക്കും, അതായത് ഏർത്തുവം കഴിച്ചെന്നിരിക്കട്ടെ. അതിന് പിന്നെ ഈ ഏർത്തുവമിനെ ചെറിയ കുരുവികളൊക്കെ കഴിക്കും അല്ലേ, ഏതെങ്കിലും ഒരു ബേർഡ് കഴിക്കും, അതൊരു സ്മോൾ കാർണിവർ. പിന്നെ ആ ബേർഡിനെ വേറൊരു ടോപ്പ് കാർണിവർ കഴിക്കുന്നു. അപ്പം ഈ ഫിഗറിലുള്ളതെന്ന് പറയുന്നത് ഒരു ഡെറ്റിറ്റസ് ഫുഡ് ചെയിൻ ആണ്. കാരണം അതിൻ്റെ ഇനിഷ്യൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡെറ്റിറ്റസ് അഥവാ വേസ്റ്റ് മെറ്റീരിയൽ ആണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു നോർമലായിട്ട് കാണുന്ന ഫുഡ് ചെയിൻ, ഏതെങ്കിലും ഒരു പ്ലാന്റിനെ ഒരു കൺസ്യൂമർ കഴിക്കുന്നു, ഏതെങ്കിലും ഒരു കാറ്റർപില്ലർ അതിനെ ഒരു സെക്കൻഡറി കൺസ്യൂമർ
അതായത് ഫ്രോഗ് പോലെ ഏതെങ്കിലും കഴിക്കുന്നത്, പിന്നെ അതിൻ്റെ സ്നേക്ക്, പിന്നെ അതിനെ ഒരു ഈഗിളാണോ ഔളാണോ എന്താണോ കഴിക്കുന്നത്. ഇനിയും ഈ ലാസ്റ്റുള്ള ഇതിനകത്തു നിന്നുള്ള ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ എന്തെങ്കിലും ഒരു വേസ്റ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. In a grazing food chain, the first level starts with the plants as producers and ends with the carnivores as consumers at last level. അപ്പോൾ ലാസ്റ്റ് ലെവലിൽ അതിൻ്റെ കാർണിവേഴ്സിലായിരിക്കും, പിന്നെ വിത്ത് ഹെർബിവേഴ്സ് ബീങ് ദ ഇൻ്റർമീഡിയറ്റ് ലെവൽ. ഇതിനിടയ്ക്കായിരിക്കും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഹെർബിവേഴ്സ് കാണപ്പെടുന്നത്. ദർ ഇസ് എ ലോസ് ഓഫ് എനർജി അറ്റ് ഈച്ച് ലെവൽ വിച്ച് മേ ബി ത്രൂ റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് ഡീകമ്പോസിഷൻ. ഇപ്പോൾ എനർജി ലോസ് ഞാൻ 10% എനർജി ലോസ് ആവുമെന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ എന്ന് പറയുന്നത് റെസ്പിറേഷൻ പ്രകാരം, എക്സ്ക്രീഷൻ പ്രകാരം, ഡീകമ്പോസിഷൻ പ്രകാരമൊക്കെയാണ് ഈ എനർജി ലോസ് ഉണ്ടാകുന്നത്. ദ ലെവൽസ് ഇൻവോൾവ് ഇൻ എ ഫുഡ് ചെയിൻ റേഞ്ച് ബിറ്റ്വീൻ 3 to 5 ആൻഡ് എനർജി ഈസ് ലോസ്റ്റ് അറ്റ് ഈച്ച് ലെവൽ. അപ്പം ഇതിനുള്ള ലെവൽ, അതായത് ട്രോഫിക് ലെവൽ ഞാൻ പറഞ്ഞ പോലെ 1, 2, 3 മുതൽ 5 വരെ ആയിരിക്കും ചിലപ്പോൾ ട്രോഫിക് ലെവൽ കാണപ്പെടും, ഓരോ സ്റ്റേജും കാണപ്പെടും. എ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഈസ് ബേസ്ഡ് ഓൺ ഓട്ടോട്രോഫ്സ് energy capture initiated by grazing animals and involves a decomposition or breaking down of the organic waste and dead matter derived from the grazing food chain. അപ്പോൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ വന്ന വേസ്റ്റ് എന്താണോ, ഡെഡ് മാറ്റർ എന്താണോ, അതിനെ ഒരു എനർജി സോഴ്സാക്കി വെച്ചിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന ഒരു ഫുഡ് ചെയിനാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഈ ഓട്ടോട്രോഫ്സ് ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിനെയാണ് എന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സ്, ഹെറ്ററോട്രോഫ്സ് എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ടൈപ്സ് ഓഫ് ബയോംസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താങ്ക് യു.